ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഇൻവെസ്റ്റേഴ്സ് കലൂരിൽ നിന്നും ഹോം ഗ്രൗണ്ട് മലബാറിലേക്ക് സ്ഥാപിക്കും എന്നുള്ള വാർത്ത പരന്നതിന് പിന്നാലെ പല ആളുകൾക്കും ആശങ്കയായി. കലൂരിനെ വീണ്ടും ഒരു ഫുട്ബോൾ ഹബ്ബാക്കി മാറ്റാൻ ചില തിരക്കിട്ട പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീമിന് പരിശീലന സൗകര്യം അവിടെ ഒരുക്കി നൽകാം എന്ന തരത്തിലുള്ള ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ വരാൻ പോകുന്ന സന്തോഷ് ട്രോഫി ടൂർണമെന്റ് തങ്ങളുടെ മണ്ണിൽ വെച്ച് നടത്താൻ അനുവദിക്കണം എന്ന തരത്തിലൊരു റിക്വസ്റ്റും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ മുന്നിൽ പ്രപ്പോസലായിട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കേരളം ആതിഥേയത്വം വഹിച്ച സന്തോഷ് ട്രോഫി ടൂർണമെന്റിന് ജനപങ്കാളിത്തം വളരെ വലുതാണ്. കലൂർ സ്റ്റേഡിയം ഉൾപ്പെടുത്തിക്കൊണ്ട് സന്തോഷ് ട്രോഫി ടൂർണമെന്റിന് ആതിഥേയത്വം വഹിക്കാനുള്ള അവസരം തങ്ങൾക്ക് നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ അധികൃതർ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് ഒരു പ്രപ്പോസൽ മുന്നോട്ട് നൽകിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഏതായാലും കൊച്ചി വീണ്ടും ഫുട്ബോളിന്റെ മണം തങ്ങളുടെ മടയിലേക്ക് വരാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കലൂർ കാത്തിരിക്കുകയാണ് മത്സരങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം GCDA ചില്ലറ കളികളൊന്നും അല്ലായിരുന്നു കളിച്ചത്. കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയും ചില കടുംപിടുത്തങ്ങളെക്കുറിച്ചും നിർബന്ധങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള വാർത്തകൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. പല ആളുകൾക്കും ചെയ്തു പോയതിനൊക്കെ ഒന്ന് തിരുത്താനുള്ള അവസരവും സമയമൊക്കെ കാലം തിരികെ കൊണ്ടു കൊടുക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. കൈൻഡ് ഓഫ് കർമ്മ ഹിറ്റ്സ് ലൈക്ക് എ ബൂമറാങ് എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു എഫക്റ്റ് പോലെ പലയിടത്തും ഫീൽ ആവുന്നുണ്ട്.